ചോദ്യം ആശാ വർക്കർമാരോടാണ്. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആശാ വർക്കർമാർക്ക് ഓണറേറിയമായി 3000 രൂപ വർദ്ധിപ്പിച്ചു. 21,000 രൂപ എന്നതാണ് ഞങ്ങളുടെ ഒരു അടിസ്ഥാന വേതനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ജീവിച്ചു പോകാൻ ആവശ്യമായ ഒരു പട്ടിണിക്കൂലിയാണ്. 21,000 രൂപ ആവശ്യപ്പെട്ട് സമരത്തിനിറങ്ങിയ ആശാ വർക്കർമാരുടെ സമരപന്തലിൽ പോയി VD സതീശൻ പ്രഖ്യാപിച്ചു, UDF അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചു തരാമെന്ന്. 2026 UDF ഗവൺമെന്റ് വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ തീരുമാനം ഉണ്ടാവും. നിങ്ങളുടെ തീരുമാനം ആശാ വർക്കർമാരുടെ ഓണറേറിയമായി വർദ്ധിപ്പിച്ചത് വെറും 3000 രൂപ മാത്രം. ആദ്യ മന്ത്രിസഭയിൽ തന്നെ ആശാ വർക്കർമാരെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് തന്നെയാണ് തുടക്കം. 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആശാ വർക്കർമാർക്ക് വെറും 1000 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ 6000 രൂപ വർദ്ധിപ്പിച്ച് 7000 രൂപയാക്കി. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ 2000 രൂപ വർദ്ധിപ്പിച്ച് 9000 രൂപയാക്കി. തുടക്കത്തിൽ വെറും 1000 രൂപ ഉണ്ടായിരുന്നിടത്ത് പിണറായി സർക്കാർ വന്നതിന് ശേഷം 9000 രൂപയാക്കി. എന്നിട്ടും സർക്കാരിനില്ലാത്ത കുറ്റങ്ങളൊന്നും തന്നെയില്ല. വീണ്ടും സർക്കാരെ കുറ്റം പറഞ്ഞും അവഗണിച്ചും സർക്കാരിന് താഴെയിറക്കി. എന്നാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ 21,000 രൂപ ഓണറേറിയം ആക്കും എന്ന് പ്രതീക്ഷിച്ച ആശാ വർക്കർമാർ ഇപ്പോൾ നിരാശയിലായി. എന്നാൽ സമരപന്തലിൽ പറഞ്ഞത് 21,000 രൂപയാക്കുന്നതുവരെ ഞങ്ങൾ സമരം തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ്. എന്നാൽ ഇപ്പോൾ 21,000 രൂപ വർദ്ധിപ്പിച്ചില്ല, വെറും 3000 രൂപ മാത്രമാണ് വർദ്ധിപ്പിച്ചത്. ഇനി എന്നും സമരപന്തലിൽ തന്നെ ഉണ്ടാകുമല്ലേ? നമ്മൾ 21,000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നവര്, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നവര്, സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നവര്, നമ്മൾ ഈ സമരം അതിശക്തമായിട്ട് തുടരും. മുഖ്യമന്ത്രിയെ പോയി ആശാ വർക്കർമാർ കാണുകയും അവരുടെ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തു. പക്ഷെ അവരുടെ ആവശ്യമായ ഓണറേറിയമായ 21,000 രൂപ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ നാളെ മുതൽ തെരുവിലിറങ്ങി സമരം ചെയ്യും അല്ലേ? അതിന് കഴിയില്ല. കാരണം ഈ സമരം UDF സ്പോൺസർ ചെയ്ത സമരമായി.